പിന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് തൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ആവർത്തിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ലോക രാഷ്ട്രത്തലവന്മാർക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഇല്ലാതായിപ്പോയി. അംഗരാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ലോകത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നിറഞ്ഞ കരഘോഷത്തോടുകൂടിയാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. എനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ത്യയിൽ 2 ദേശീയ പാർട്ടികളേ ഉള്ളൂ. ഒന്നത് ഭാരതീയ ജനതാ പാർട്ടിയും മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. നമുക്ക് ഉറച്ച ഒരു ഭരണകൂടം ഇന്ത്യക്കുണ്ട്. 2014 ആരംഭിച്ച മോഡിയുടെ ഗവൺമെൻറ് ഇന്നും അനുസൃതമായിട്ട് തുടരുകയാണ്. ഒരു ഉറച്ച ഗവൺമെൻറ്റാണത്. പക്ഷേ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ആവശ്യമായി വേണ്ടത് ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷത്തിനെ സംഭാവന ചെയ്യാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ. കാരണം ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ നമുക്കൊരു കോൺഗ്രസ്സുകാരനെ കാണാൻ കഴിയും. എനിക്ക് കോൺഗ്രസ്സുകാരോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ നെഹ്റു കുടുംബത്തിൻ്റെ പ്രസവമുറിയുടെ വാതുക്കൽ നവജാത ശിശുവിൻ്റെ കരച്ചിലിനായിട്ട് കാത്തു നിൽക്കാതെ ഈ രാജ്യത്ത് നടക്കുന്ന വസ്തുതകൾ നിങ്ങൾ കാണണം. ലോകത്ത് നടക്കുന്ന ലോക രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കാണണം. രാഹുൽ ഗാന്ധി എന്ന പമ്പര വിഡ്ഢിയായ ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് സമയം കളയാനുള്ളതല്ല കോൺഗ്രസിലെ നേതാക്കന്മാരുടെ വിലപ്പെട്ട സമയം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ. ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ലോക രാഷ്ട്രീയമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകം നിയന്ത്രിച്ചിരുന്നത് 3 ശക്തികളാണ് പ്രധാനമായിട്ട്. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് റഷ്യ, മൂന്നാമതൊന്ന് ചൈന. ഈ 3 രാജ്യങ്ങൾ, ഈ ത്രിമൂർത്തികളാണ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെയും റഷ്യയിലെയും ചൈനയിലെയും ഭരണാധികാരികളാണ് ലോക രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ സാവധാനം ലോക രാഷ്ട്രീയം മോദി കേന്ദ്രീകൃതമാകുകയാണ്, മോദി സെൻറ്റേഡ് ആകുകയാണ്. അവിടെയാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ പഠിക്കേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി. തെരഞ്ഞെടുപ്പുകളിലൊക്കെ തോറ്റു കഴിയുമ്പോൾ EVMനെ കുറ്റം പറയുക, ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുക, ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ BJPയുടെ അക്രമോത്സുകതയെക്കുറിച്ച് പറഞ്ഞ് കരയുക, RSSനെ അപലപിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കൊണ്ടൊരു കാര്യമില്ല. നിങ്ങളീ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടു പോയി. അത് ആർജിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിന് പകരം EVMനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അർത്ഥമുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലോക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ കാണണം എന്ന് പറയുന്നത്. ലോകം മോദി സെൻറ്റേഡ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ സ്വാഭാവികം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ ലോകം മോദി സെൻറ്റേഡായിട്ട് മാറുന്നു എന്ന എൻ്റെ നിരീക്ഷണം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ 2ാമത്തെ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെയുള്ള ജനവികാരം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അവിടെ നടന്ന പ്രാദേശിക ഭരണകൂടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായ പ്രകടനമാണ് ഡെമോക്രാറ്റിക് പാർട്ടി കാഴ്ചവെച്ചത്. മംദാനി എന്ന് പറയുന്ന ഒരാൾ ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനോട് നരേന്ദ്രമോദി കാണിച്ച ജനാധിപത്യ വിരുദ്ധമായ ഒരു കോപപ്രകടനം നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ അമേരിക്കയുടെ ഇന്നത്തെ പോക്ക് ട്രംപിൻ്റെ ആത്മവിനാശകരമായ ചില നയങ്ങളാണ്. അത് ശരിക്കും ട്രംപിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ട്രംപിനെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല, അമേരിക്കയുടെ അന്തസ്സ് ഇടിച്ചു തകർക്കുകയും ചെയ്യുന്നു. അമേരിക്കക്കാർ അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. പക്ഷേ ഒരിക്കൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഒരാളിനെ തിരഞ്ഞെടുത്താൽ പിന്നെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുക അല്ലാതെ മാറ്റുക അസാധ്യമായതുകൊണ്ട് മാത്രം അമേരിക്കൻ ജനത ഡൊണാൾഡ് ട്രംപിനെ സഹിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപിൻ്റെ ചില ചേഷ്ടകൾ പറയാം, എങ്ങനെ ട്രംപ് ലോകത്ത് ഒറ്റപ്പെടുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന്, അമേരിക്കയായിട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് കാനഡ. ട്രംപ് പറഞ്ഞു കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്ന്. സാധാരണ കാനഡക്കാരൻ്റെ ആത്മാഭിമാനത്തെ വല്ലാതെ വ്രണപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രംപ് നടത്തിയത്. അവരതിനെ
പുച്ഛിച്ചു തള്ളി. അത് കഴിഞ്ഞ് രണ്ടാമതുണ്ടാകുന്നൊരു സംഭവം, അമേരിക്കയും കാനഡയുമായുള്ള വ്യാപാര കരാർ ട്രംപ് റദ്ദാക്കി. ട്രംപ് റദ്ദാക്കാനുള്ള കാരണം ആണ് ഏറ്റവും കൗതുകകരമായ കാര്യം. റൊണാൾഡ് റീഗൻ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ്റെ പ്രസംഗത്തിലെ ഒരു വാചകം അവിടെ ഏതോ ഒരു TV ചാനല് അവരുടെ പരസ്യത്തിൽ ഉപയോഗിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ആ പരസ്യത്തിൽ അവരുപയോഗിച്ച വാചകം റൊണാൾഡ് റീഗൻ ഒരിക്കൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിതാണ്: ഉയർന്ന താരിഫുകൾ പ്രത്യാഘാതത്തിനും വ്യാപാര യുദ്ധത്തിനും വഴിതെളിക്കും. വല്ലാതെ താരിഫ് വർദ്ധിച്ച് നാണം കെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് അമേരിക്ക. അപ്പോൾ പഴയ മുൻ പ്രസിഡന്റ് റീഗൻ്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ കാലിക പ്രസക്തിയുണ്ട് എന്ന് തോന്നിയതാണ് ആ പരസ്യത്തിൽ അവർ ഉപയോഗിക്കാൻ കാരണം. ഈ ഒറ്റ കാര്യം ട്രംപിനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം കാനഡയുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദാക്കി. ട്രംപ് എത്ര വികാരപരമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് അമേരിക്കക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ് അദ്ദേഹം ഓരോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ തീരുമാനം കൊണ്ടുണ്ടായൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം വന്ന ഒരാളാണ്. അദ്ദേഹം നരേന്ദ്രമോദിയുമായി ഉറച്ച സൗഹൃദം സ്ഥാപിച്ചു. കാരണം അമേരിക്കയും ഇന്ത്യയും കൂടെ പിണക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടും കാനഡയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമായതുകൊണ്ടും അദ്ദേഹം ഇന്ത്യയുമായിട്ട് കൂടുതലെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ നയമാണ് കാനഡയെ കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുപ്പിക്കാൻ ഒരു കാരണം. മറ്റൊന്ന്, ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ ഒരു മരമണ്ടൻ പ്രധാനമന്ത്രി, അയാൾ നരേന്ദ്രമോദിക്കെതിരെ യുദ്ധത്തിനിറങ്ങി നാണം കെട്ട് കരയ്ക്ക് കയറുകയും ചെയ്തു. നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, 2002 തൊട്ട് നരേന്ദ്രമോദിയെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ, ഇന്ത്യയിലായാലും ശരി വിദേശത്തായാലും ശരി, അവർ സ്വയം അപ്രസക്തരാകുന്നതാണ് കാണാൻ കഴിയുന്നത്. അതൊരു പക്ഷേ അവിശ്വസനീയമായിട്ട് തോന്നാം. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റിൻ ട്രൂഡോയുടെ കാര്യത്തിലും സംഭവിച്ചത്. എന്തായാലും ട്രംപ് കാനഡയ്ക്കെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ കാനഡയും ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇനിയും ട്രംപിൻ്റെ ആഭ്യന്തര നയം നമുക്ക് നോക്കാം. ട്രംപ് കടുത്ത ഒരു കുടിയേറ്റ വിരുദ്ധ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപിന് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം അമേരിക്ക കുടിയേറ്റക്കാരുടെ സൃഷ്ടിയാണ്. ഇന്ന് കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കുടിയേറ്റക്കാരുടെ സൃഷ്ടിയാണ്. ആദ്യം അവിടെ കുടിയേറിയത് പിൽഗ്രിം ഫാദേഴ്സാണ്. ബ്രിട്ടനിൽ നിന്ന് വന്ന ആളുകൾ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അവരറിയപ്പെടുന്നത്. അതിനുശേഷം അനസ്യൂതം കുടിയേറ്റക്കാരുടെ ഒഴുക്ക് അമേരിക്കയിലേക്കുണ്ടായി. കുടിയേറ്റക്കാരുടെ സൃഷ്ടിയാണ് ഇന്ന് കാണുന്ന അമേരിക്കയിലെ എല്ലാ സൃഷ്ടികളും, എല്ലാ നേട്ടങ്ങളും കുടിയേറ്റക്കാരുടെ സൃഷ്ടിയാണ്. കുടിയേറ്റക്കാരൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒഴിഞ്ഞു പോയാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ഗ്രേറ്റ് ബേസിൻ്റെ ഒരു സ്ഥിതിയായിരിക്കും അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അമേരിക്ക മരുഭൂമിക്ക് തുല്യമായിട്ട് മാറും ഈ നമ്മുടെ കുടിയേറ്റക്കാരെ മാറിപ്പോയാൽ. അതാണ് പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കാതെ പോയൊരു കാര്യം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായിട്ടൊരു സംവാദത്തിനായിട്ട് JD വാൻസ് പോയി. അദ്ദേഹം സംവാദം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ വംശജയായ ഒരു പെൺകുട്ടി JD വാൻസിനോട് ചോദിച്ചു, ഞങ്ങളുടെ സമ്പത്തും യുവത്വവും ഇവിടെ ചിലവഴിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ വിറ്റത്? JD വാൻസിന് മറുപടി പറയാനില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിന് മറുപടി പറയാൻ പറ്റില്ലായിരുന്നു. കാരണം കുടിയേറ്റക്കാരുടെ സൃഷ്ടിയായ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് കുടിയേറ്റക്കാരെ നഖശികാന്ത് എതിർക്കുന്ന ചരിത്രബോധമില്ലാത്തൊരു പ്രസിഡന്റിനോടൊപ്പം വൈസ് പ്രസിഡൻ്റായിട്ട് കഴിയേണ്ടി വരുന്ന ഒരാളാണ് JD വാൻസ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഇനിയും ട്രംപിൻ്റെ മറ്റൊരു പോഷ്കത്തരം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡെൻമാർക്കിലെ ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ട്രംപ് ഡെൻമാർക്ക് ഭരണാധികാരിയെ വിളിച്ച് പറഞ്ഞു, ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വിലയ്ക്ക് തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സാധ്യമല്ല എന്ന് പറഞ്ഞു. സാധ്യമല്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് ഡെൻമാർക്കിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശനം അദ്ദേഹം റദ്ദാക്കി. ഇതൊക്കെ അമേരിക്കയുടെ അന്തസ്സിനെ എത്രമാത്രം പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് തൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ആവർത്തിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹത്തെ കാണാൻ ചെന്ന മംദാനിയോടും പറഞ്ഞു, ന്യൂയോർക്ക് മേയറോടും പറഞ്ഞു, ഈ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ്.
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കഷ്ടകാലത്തിന് കോന്നി പഞ്ചായത്തിലെ പ്രസിഡന്റ് അവിടെ പോയാൽ അങ്ങേരോടും ട്രംപ് പറയും ഈ യുദ്ധം അവസാനിപ്പിച്ച താനാണെന്ന്. വളരെ കഷ്ടമാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് പറഞ്ഞപ്പോൾ മുൻപിൻ നോക്കാതെ രാഹുൽ ഗാന്ധി എടുത്ത് കളത്തിലേക്ക് ചാടി. അദ്ദേഹം പറഞ്ഞു ട്രംപാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ട്രംപ് ആയിരുന്നു മധ്യസ്ഥൻ. പക്ഷേ നരേന്ദ്രമോദി ഇന്ന് വരെ വാ തുറന്നിട്ടില്ല. അദ്ദേഹം പാലിച്ച മൗനം, ആ മൗനം വാചാലമായിരുന്നു. നരേന്ദ്രമോദി സ്വീകരിച്ച വാചാലമായ മൗനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ലോക രാഷ്ട്രത്തലവന്മാർക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഇല്ലാതായിപ്പോയി. അതല്ലെങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടും അറിയാത്ത വിധത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ട്രംപ് പറഞ്ഞ കള്ളം എന്താണെന്ന് കൃത്യമായി ലോകരാഷ്ട്രത്തലവന്മാർക്കെല്ലാം അറിയാം. പക്ഷേ അത് ട്രംപ് കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു വിവാദത്തിന് മോദി മുതിർന്നില്ല. കാരണം കള്ളം പറയുന്നൊരു പ്രസിഡൻ്റാണ് അമേരിക്കയുടേത് എന്നറിഞ്ഞാൽ ഒരുപക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റിന് പോലും വഴിവെക്കും. ഒരു കാലത്ത് തൻ്റെ സുഹൃത്തായിരുന്ന ട്രംപിനെ നാണം കെടുത്തണ്ട എന്ന സൗമനസ്യം കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഈ മൗനം പാലിച്ചത്. അത് ലോകരാഷ്ട്ര തലവന്മാർക്ക് മനസ്സിലായി. പിന്നെ മറ്റൊന്ന്, നോബൽ സമ്മാനത്തിന് കാണിച്ച ആക്രാന്തം. അതിനെ ആഗ്രഹം എന്ന് പറയാൻ പറ്റുകയില്ല, അതിനെ ആക്രാന്തം എന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ അസീം മുനീറാണ്. അസീം മുനീറാണ് പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി. അസീം മുനീറിന് കൊടുത്ത വിരുന്നിലാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന കാര്യം അനധിവിദൂരമല്ല എന്ന് പറഞ്ഞു. ഇത്തരം ചില വിഡ്ഢിത്തങ്ങൾ ട്രംപ് അതിനു മുമ്പും പറഞ്ഞു. ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ GDP വളർച്ച പ്രതീക്ഷിച്ചത് 7%, പക്ഷേ 8.2% ഇന്ത്യയുടെ GDP വർദ്ധിച്ചു. അമേരിക്കയുടെ താരിഫും അമേരിക്കയുടെ നിരോധനത്തിനെ ഒക്കെ മറികടന്നുകൊണ്ടാണ് മോദിയുടെ ഇന്ത്യ ഈ വളർച്ച നേടിയത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ കണ്ണ് തുറന്ന് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്നാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. കണ്ണുമടച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മോദി വിരോധം പറയുന്ന ഒരു വങ്കനെ നിങ്ങളുടെ നേതാവാക്കി കിട്ടിയതിൻ്റെ ദുര്യോഗമാണ് കോൺഗ്രസ്സുകാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ പെരുമാറ്റത്തിലെ ചില വൈകല്യങ്ങൾ, അതോടൊക്കെ പറഞ്ഞ് ട്രംപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിനെ കാണാൻ ചെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടെ എത്ര മോശമായിട്ടാണ് അദ്ദേഹം പത്രപ്രതിനിധികളുടെ മുന്നിൽ വെച്ച് പെരുമാറിയത്. നെതന്യാഹുവിനോടെ വളരെ മോശമായിട്ട് അദ്ദേഹം പെരുമാറി. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകവേദികളിൽ ട്രംപ് ഒറ്റപ്പെടുകയോ അപഹാസ്യനാകുകയോ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇന്ന് അമേരിക്കൻ ഭരണാധികാരിയുടെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അമേരിക്ക സാവധാനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുമ്പോൾ അല്ലെങ്കിൽ ദുർബലമാകുമ്പോൾ, അപ്രസക്തമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ദുർബലമാകുമ്പോൾ ആ സാധ്യത വളരെ ഭംഗിയായിട്ട് മുതലെടുത്ത് നരേന്ദ്രമോദി മുന്നേറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ ഞാൻ 3 ഉദാഹരണമേ പറയുന്നുള്ളൂ. അതായത് 3 ലോകവേദികൾ നരേന്ദ്രമോദി എങ്ങനെ ഉപയോഗിച്ചു എന്നത് കൃത്യമായി ഇന്ത്യക്കാർക്കറിയാം. ഇന്ത്യയിലെ അത്യാവശ്യം പത്രം വായിക്കുന്ന, ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവോ അതല്ലെങ്കിൽ പ്രാപ്തിയോ അതുമല്ലെങ്കിൽ വിശാല മനസ്സോ നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനുമില്ല, അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിക്കുമില്ല. ഇവിടെ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 വളരെ അടുത്ത സമയത്ത് നടന്ന ജോഹന്നാസ്ബർഗിൽ കൂടിയ G20 സമ്മേളനമാണ്. ഈ G20 സമ്മേളനം സൗത്ത് ആഫ്രിക്കയിൽ കൂടുന്നതിന് ട്രംപ് എതിരായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ G20 മീറ്റിംഗ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്നെന്ന് മാത്രമല്ല, ട്രംപ് ഈ എതിർപ്പ് പറയുമ്പോൾ തന്നെ അവിടെ അവതരിപ്പിച്ച പ്രമേയങ്ങൾ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭാഗത്ത് എതിർപ്പ് പറയുമ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വന്ന് അവിടെ അവതരിപ്പിച്ച പ്രമേയങ്ങൾ ഏകകണ്ഠേനെ അവർ പാസ്സാക്കിയെടുത്തു. അപ്പോൾ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ഭരണാധികാരി സിറിൽ റാമഫോസ അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ട് പുലർത്തുന്ന ഉറ്റ സൗഹൃദം നമ്മൾ ജോഹന്നാസ്ബർഗിലെ പഴയ ആ സമ്മിറ്റിൻ്റെ ക്ലിപ്പിങ്ങുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയാണ്. ധാതുസമ്പന്നമായ
ഒരു വലിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഒട്ടേറെ വിഭവങ്ങൾ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ആ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ സൗഹൃദത്തിലെത്തുവാൻ വഴിതെളിച്ചതാണ് ഈ G20 മീറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ പങ്കെടുത്ത മറ്റൊരാൾ ഫ്രാൻസിലെ ഭരണാധികാരി ഇമ്മാനുവൽ മാക്രോണാണ്. മാക്രോണും മോദിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ഇനിയും ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മിലോനിയും ഈ G20 മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും സജീവമായി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിലൊരു പുതിയ സ്ത്രീ പ്രധാനമന്ത്രി, ജപ്പാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ പ്രധാനമന്ത്രി വന്നു. അവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. സനായെ തകീച്ചി എന്ന് പറയുന്ന ജപ്പാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അധികാരമേറ്റു. അവരും ഈ യോഗത്തിൽ വന്നിരുന്നു. ഈ യോഗത്തിൽ വന്നവരെ ഫ്രാൻസിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ഇങ്ങനെ ഫ്രാൻസിൻ്റെ നേതാവ്, ഇവരെല്ലാവരും വന്നിരുന്ന ഒരു യോഗത്തിൽ ആ യോഗത്തിലെ താരമായിട്ട് മാറിയത് നരേന്ദ്രമോദിയായിരുന്നു. അവരെല്ലാം ഒരുപോലെ അംഗീകരിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് പലതും അവർ സ്വീകാര്യമായി എടുത്തതും പ്രമേയത്തിന് വഴിതെളിച്ചതിൽ പലതിൻ്റെയും ആശയങ്ങൾ നരേന്ദ്രമോദിയുടെ ആശയമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ G20 മീറ്റിംഗ് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമത്തെ അതിശക്തമായി അപലപിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ തുറന്നു കാട്ടപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. അതുപോലെ തന്നെ അവർ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, സീറോ ടോളറൻസ് ടു ടെററിസം. ടെററിസത്തിനോട് ഒരു ടോളറൻസും പാടില്ല എന്ന് പറഞ്ഞു. സീറോ ടോളറൻസ് ടു ടെററിസത്തിൻ്റെ ഉദാഹരണമായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ കൊടുത്ത മറുപടി. അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജോഹന്നാസ്ബർഗിൽ കൂടിയ G20 രാജ്യങ്ങളുടെ യോഗത്തിൽ താരമായി തിളങ്ങിയത് നരേന്ദ്രമോദിയാണ്. മോദിയുടെ പ്രസംഗത്തിന്, മോദിയുടെ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് അവിടെ വന്നത്. അപ്പോൾ അവിടെയും നരേന്ദ്രമോദി തിളങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഈ നാലാം തരം പത്രങ്ങൾ അതിനൊന്നും അർഹമായ ഒരു പ്രാധാന്യമൊന്നും അവർ കൊടുത്തില്ല. മനോരമയും മാതൃഭൂമിയിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ബൈബിളിൽ പറയുന്ന പോലെ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടായല്ലോ. അവരുടെ മനസ്സിലൊക്കെ വിദ്വേഷം ജ്വലിച്ച് നിൽക്കുന്നത് നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷമാണ്, പാവങ്ങൾ. അപ്പോൾ എന്തായാലും അവരുടെ പത്രങ്ങളിൽ ഇതൊന്നും വന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് വാർത്ത അറിയാൻ ആധുനിക യുഗത്തിൽ ഒരുപാട് മാർഗ്ഗമുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദാംശങ്ങൾ ഒരുമാതിരി എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾക്കൊക്കെ ലഭ്യവുമാണ്. അവരത് വായിച്ചിട്ടുമുണ്ട്. പിന്നെ രണ്ടാമത് നടന്നൊരു ലോകവേദിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ബ്രിക്സ് സമ്മേളനമാണ്. അത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് സമ്മേളനം. അത് 2025 ജൂലൈയിൽ നടന്ന ബ്രിക്സ് സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളുടെ എല്ലാം പ്രതിനിധികൾ പങ്കെടുത്തു. ഒരു നിസ്സാര കാര്യമല്ല, അവർ പങ്കെടുത്തു. ഈ മീറ്റിംഗ് ബ്രിക്സ് ആവശ്യപ്പെട്ടത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിലും ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കുത്തകയായി തുടരുന്ന IMFലും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിലും കൂടുതൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ്. അവർ കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയേ പറ്റുള്ളൂ എന്നായിരുന്നു അവരുടെ ഒരു ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2026 ബ്രിക്സിൻ്റെ സമ്മേളനം കൂടുന്നത് ഇന്ത്യയിലാണ്. നരേന്ദ്രമോദി ഇന്ത്യയിൽ വിളിച്ചു കൂട്ടിയ ഈ സമ്മേളനത്തിലേക്ക് ബ്രിക്സിൻ്റെ പ്രതിനിധികൾ എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ അന്താരാഷ്ട്ര പദവിയും കൂടുതൽ ഉയരത്തിലെത്തുകയാണ്. നരേന്ദ്രമോദി കൂടുതൽ ശ്രദ്ധേയനായിട്ട് ലോകരാഷ്ട്രീയത്തിൽ മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ബ്രസീലിലെ നടന്ന ഈ സമ്മേളനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാ ദാ ഡിസൽവ, അദ്ദേഹം ട്രംപ് പറഞ്ഞു, അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ബ്രസീലിയൻ പ്രസിഡന്റ് പറഞ്ഞു, എനിക്ക് വേറെ ജോലിയുണ്ട്, ഈ ട്രംപിനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല, അത് പോയി ജോലി നോക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിക്സ് സമ്മേളനം പഹൽഗാം കൂട്ടക്കൊലയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അപ്പോൾ രണ്ട് മീറ്റിങ്ങുകൾ, 2025 വന്ന G20 മീറ്റിങ്ങും അതുപോലെ തന്നെ 2025 ജൂലൈയിൽ കൂടിയ ബ്രിക്സിൻ്റെ സമ്മേളനവും പഹൽഗാമിലെ പാകിസ്ഥാൻ നടത്തിയ കൂട്ടക്കൊലയെ ആക്രമിക്കുകയും ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാടിന്, നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിന് പാകിസ്ഥാൻ കൊടുത്ത മറുപടിയെ അവർ അംഗീകരിക്കുകയാണ്, ലോകം അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മൂന്നാമതൊന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്,
ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനാണ്. അതിനകത്ത് ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. 2001 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് രൂപം കൊണ്ടത്. അപ്പോൾ 2025 ആഗസ്റ്റിലാണ് അവരുടെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ മീറ്റിംഗ് ചൈനയിൽ കൂടുകയുണ്ടായി. ഈ സംഘടനയിലെ പ്രധാനപ്പെട്ട അംഗരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് ചൈന, മറ്റൊന്ന് റഷ്യ, പാകിസ്ഥാൻ, അവസാനം വന്ന് ചേർന്ന രാജ്യമാണ് ഇറാൻ. അമേരിക്കയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇറാനും അവസാനം അവരെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ പാകിസ്ഥാനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ചതും ഒരു കാരണവശാലും ഒരു ഭീകരവാദവും അനുവദിക്കത്തില്ലെന്നും ഭീകരവാദവുമായി ഇന്ത്യ തൊട്ടാൽ ഭസ്മമാക്കുമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തത് ചൈനയിൽ വെച്ച്, അതായത് പാകിസ്ഥാനെ എന്നും സംരക്ഷിച്ച് നിർത്തുന്ന ചൈനയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് കൊടുത്ത മുന്നറിയിപ്പ്. എന്താണ് സംഭവിച്ചത്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അവിടെ വന്നത് SCO, അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് വേൾഡ് ബാങ്കിനോ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഒരുപക്ഷെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുന്നത്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്ക് വന്നാൽ അംഗരാജ്യങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുകയും സമ്പന്നമായ രാജ്യങ്ങൾക്ക് അവിടെ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനും അതിലെ ന്യായമായ പലിശ വാങ്ങാനും ഒക്കെ കഴിയുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ സൗമനസ്സിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗത്വത്തിനായിട്ട് വരും. അത് വേൾഡ് പൊളിറ്റിക്സിലെ വളരെ മൗലികമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനമായ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുടെ ശ്രദ്ധ ആകർഷിച്ച പ്രസംഗം നരേന്ദ്രമോദിയുടെ ആയിരുന്നു. അദ്ദേഹം 3 പോയിന്റ്സാണ്, 3 പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഒന്ന് സെക്യൂരിറ്റി, ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷ. മറ്റൊന്ന് കണക്ടിവിറ്റി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. മൂന്നാമത് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ. അപ്പോൾ ഈ കാര്യത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗരാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ലോകത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നിറഞ്ഞ കരഘോഷത്തോടുകൂടിയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ ആശയത്തെ അംഗീകരിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, നരേന്ദ്രമോദി ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ്. ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നരേന്ദ്രമോദി മാറുകയാണ്. നരേന്ദ്രമോദിക്ക് തുല്യനായൊരു നേതാവ് സത്യത്തിന് ഇപ്പോൾ വേൾഡ് പൊളിറ്റിക്സിലില്ല എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അതിശയോക്തി കലർത്തി പറഞ്ഞതല്ല. ഈ ലോക രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു, എന്താണ് സമകാലിക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ എന്ന് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും തോന്നാവുന്ന എൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത്. ഇവിടെ മോദിയെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ത്രിമൂർത്തികളിൽ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ്, മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ്, മറ്റൊന്ന് ചൈനീസ് പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥിതിയാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച. അമേരിക്കൻ പ്രസിഡന്റ് വേൾഡ് പൊളിറ്റിക്സിൽ അദ്ദേഹം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ താരിഫ് നയങ്ങളാണ്. അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. ട്രംപിൻ്റെ ഈ ശുംഭത്വവും ട്രംപിൻ്റെ വിവരക്കേടും കൂടെ ആയപ്പോൾ ഒരു വേൾഡ് പൊളിറ്റിക്സിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന ലോക പോലീസായി നിന്നിരുന്ന അമേരിക്കയുടെ അന്തസ്സ് ഇടിഞ്ഞുപോയി എന്നുള്ളൊരു വാസ്തവമാണ്. പിന്നീടുള്ള 2 രാജ്യമാണ്. രണ്ടാമത്തെ രാജ്യം റഷ്യയാണ്. പുടിനെതിരെ അന്തർദേശീയ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം പുടിൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം ഇടിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും പുടിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് റഷ്യയുടെ സ്ഥിതി. ഇനി ചൈനയുടെ നോക്കിയാൽ ഷീ ജിൻപിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവനല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അങ്ങനെ അംഗീകരിക്കില്ല. അവരംഗീകരിക്കുന്ന ജനാധിപത്യ ഭരണകൂടത്തെ തന്നെയുള്ളൂ. കാരണം ജനാധിപത്യ രാജ്യങ്ങളാണ് ലോകത്ത് കൂടുതലുള്ളത്. തീർച്ചയായിട്ടും അവരൊരു ജനാധിപത്യ ഭരണാധികാരിയെ മാത്രമേ അംഗീകരിക്കുള്ളൂ. ഒരിക്കലും ഷീ ജിൻപിങ്ങിന് അത് അവകാശപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായ 10 കോടി ആളുകളുടെ പിന്തുണ. 10 കോടി ആളുകളേ ഉള്ളൂ. 140 കോടി ചൈന ജനസംഖ്യയിൽ 10 കോടി ആളുകളാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ചൈനയുടെ ജനങ്ങളെ പ്രതികരിക്കുന്ന ഒരാളല്ല ഷീ ജിൻപിങ് എന്നുള്ളതാണ് വാസ്തവം.
അതേസമയം നരേന്ദ്രമോദി 140 കോടിയിൽ അധികം വരുന്ന ഇന്ത്യക്കാരൻ്റെ നേതാവാണ്. ഒരു ജനത അംഗീകരിക്കുന്ന നേതാവാണ്, ആദരിക്കുന്ന നേതാവാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ എന്ന് പറയാൻ ഇന്നിപ്പോൾ വേൾഡ് പൊളിറ്റിക്സിലെ, ലോക രാഷ്ട്രീയത്തിലെ ആരുമില്ല. മാത്രമല്ല, ട്രംപിൻ്റെ തളർച്ച മോദി തൻ്റെ വളർച്ചയ്ക്കായി ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയം സാധ്യതയുടെ കലയാണ് എന്ന് നന്നായി അറിയാവുന്ന നരേന്ദ്രമോദി ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി, ആകർഷക ബിന്ദുവായി മാറിയതിനും നാളെ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്കൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് വലിയ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ, ഈ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കണ്ട് ക്രിയാത്മകമായൊരു പ്രതിപക്ഷമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിലൊരു ഇടമുണ്ട്. കാരണം കോൺഗ്രസിന് എവിടെയും അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എവിടെയും ആരാധകരോ മെമ്പർമാരോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പമ്പരവിഡ്ഢിയായ ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് ഒരു വലിയ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കരുതെന്ന് മാത്രമേ എനിക്ക് കോൺഗ്രസ് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.